മുൻ DGP ജേക്കബ് തോമസ് RSSന്റെ ഗണവേഷമണിഞ്ഞ് ഗണഗീതവും പാടി അവരുടെ ശതാബ്ദി ദിനത്തിൽ പഥസഞ്ചലനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. കേരളത്തിലെ പോലീസ് സേനയിൽ ഇരിക്കുമ്പോൾ പലവിധ കാരണങ്ങളാൽ യൂണിഫോം മാറ്റേണ്ടി വന്നിട്ടുള്ള ജേക്കബ് തോമസിന് പുതിയ യൂണിഫോം ആത്മസംതൃപ്തി നൽകുന്നുണ്ടാകും. പക്ഷേ പോലീസ് തലപ്പത്ത് അഴിമതിക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത ആദർശധീരനെന്ന പെരുമ നേടിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധനായിരുന്ന ഈ ഉദ്യോഗസ്ഥനോട് ഇപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് വെച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾ തന്നെ RSSന്റെ 100 വർഷം ഇന്ത്യക്ക് നൽകിയത് എന്തെന്ന് നമുക്ക് വ്യക്തമാക്കി തരും. ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഒരു സംഭവം പറയാം. RSSന്റെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയും രാഷ്ട്രീയ മേൽക്കോയ്മയും എങ്ങും ചർച്ചാ വിഷയമായിട്ടുള്ള സമയത്ത് പ്രസക്തമായ സംഭവം 1963-65 കാലത്താണ്. YD ഗുണ്ടേവിയയാണ് അന്ന് വിദേശകാര്യ സെക്രട്ടറി. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11-ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി അദ്ദേഹത്തിനും ഉദ്യോഗസ്ഥ സംഘത്തിനും മീറ്റിംഗ് ഉണ്ട്. ഒരു ദിവസത്തെ മീറ്റിംഗിൽ പ്രത്യേക അജണ്ടയില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് പ്രധാനമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും ഗുണ്ടേവിയ നെഹ്റുവിനെ അറിയിച്ചു. ചോദിച്ചുകൊള്ളാൻ പ്രധാനമന്ത്രി അനുമതി നൽകി. പക്ഷെ ഉദ്യോഗസ്ഥരാരും പേടികൊണ്ട് ആ സമയത്ത് മിണ്ടിയില്ല. ഒടുവിൽ ഗുണ്ടേവിയ തന്നെ ചോദിക്കേണ്ടി വന്നു. സ്വാതന്ത്ര്യം നേടി ഇത്രയും നാളും കോൺഗ്രസ് തന്നെയാണല്ലോ ഭരിച്ചത്. അതുകൊണ്ട് പാർട്ടിയുടെ നയമാണ് ഉദ്യോഗസ്ഥർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങാനും ഇനി കേരളത്തിൽ വന്നതുപോലെ ദേശീയ തലത്തിലും കമ്മ്യൂണിസ്റ്റുകാർ അധികാരം നേടിയാൽ നമ്മൾ പിന്തുടർന്നു വന്ന നയങ്ങൾക്കെല്ലാം എന്ത് സംഭവിക്കും എന്നതായിരുന്നു ഗുണ്ടേവിയയുടെ ചോദ്യം. നെഹ്റു ചിരിച്ചു. പിന്നെ അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകി: കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണ്? നമുക്ക് ചെയ്യാൻ കഴിയാത്തതും അവർക്ക് ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ വളരെ കുറവാണ്. മാത്രവുമല്ല, കമ്മ്യൂണിസ്റ്റുകാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമില്ല. നിങ്ങൾ ഭയക്കേണ്ടത് വലതുപക്ഷ ഹിന്ദു വർഗീയതയെയാണ്. ഇന്ത്യക്ക് അപകടം വരുത്തുക അവരായിരിക്കും. YD ഗുണ്ടേവിയ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളതാണ് ഇക്കാര്യം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 61 വർഷം മുമ്പുള്ള വാക്കുകൾ യാഥാർത്ഥ്യമായ കാലഘട്ടമാണിത്. വലതുപക്ഷ ഹിന്ദു വർഗീയതയാണ് കേന്ദ്രത്തിൽ കഴിഞ്ഞ 11 വർഷമായി അധികാരത്തിലുള്ളത്. സാമാന്യമായി രാഷ്ട്രീയം മനസ്സിലാക്കുന്ന മതനിരപേക്ഷവാദിയായ മലയാളിക്ക് ഇത് മനസ്സിലാകും. പക്ഷേ സ്രാവുകൾക്കൊപ്പം നീന്തി സിവിൽ സർവീസ് പിന്നിട്ടു എന്ന് അവകാശപ്പെടുന്ന ജേക്കബ് തോമസിന് RSS എന്നാൽ രാജ്യസേവനത്തിന്റെ രോമാഞ്ചമുണർത്തുന്ന പേരാണ്. ശരി, അദ്ദേഹം സംഘസേനയുടെ ഭാഗമായി നിൽക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനാകില്ല. കേരളത്തിലെ സാധാരണക്കാർ ചോദിക്കുന്നതായി കരുതിയാൽ മതി. 1. RSSന്റെ ലക്ഷ്യം ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്നതാണല്ലോ. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണോ ജേക്കബ് തോമസ് തൻ്റെ ശിഷ്ടകാല സേവനം നീക്കിവെക്കുന്നത്? 2. ശ്രീ ജേക്കബ് തോമസ്, താങ്കൾ നിർമ്മിക്കാൻ ലക്ഷ്യം വയ്ക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സ്ഥാനം എന്തായിരിക്കും? 3. RSSന് മതപരമായ ഭിന്നതകളൊന്നുമില്ലെന്ന് താങ്കൾ നിഷ്കളങ്കമായി പറയുന്നത് കേട്ടു. RSS ആചാര്യൻ MS ഗോൾവാൾക്കറുടെ നിർവചനപ്രകാരം 3 ശത്രുക്കളാണല്ലോ RSSനുള്ളത്: മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ. ഇവർ 3 കൂട്ടരും തൻ്റെ ശത്രുക്കളാണെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ട്. 4. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ RSS അംഗീകരിക്കുന്നില്ല. ന്യൂനപക്ഷം എന്ന സങ്കല്പം തന്നെ അവർക്കില്ല. ഇന്ത്യക്കാരനാകാൻ മാതൃഭൂമിയും പുണ്യഭൂമിയും ഒന്നായിരിക്കണമെന്നാണ് RSSന്റെ നിബന്ധന. താങ്കൾക്ക് അതിനോട് യോജിപ്പാണ്? 5. ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതണമെന്ന് 1993 ജനുവരി 1-ന് RSS പുറത്തിറക്കിയ ധവളപത്രത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടന ഒരു മാലിന്യ കൂനയാണെന്നും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും തടസ്സം ഈ ഭരണഘടനയാണെന്നും അതിൽ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇന്ത്യൻ സംസ്കാരമറിയാത്ത പാശ്ചാത്യ മൂല്യങ്ങൾ പുലർത്തുന്നവർ ഉണ്ടാക്കിയ ഭരണഘടനയാണിത് എന്ന ആരോപണത്തോട് യോജിപ്പുണ്ട്? 6. ഇന്ത്യൻ പാർലമെന്റിൽ BJPക്ക് ഒരൊറ്റ മുസ്ലിം MP പോലുമില്ല. 2014 മുതൽ BJP മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കുന്നില്ല. മുസ്ലിം നേതാക്കളായ മുഖ്താർ അബ്ബാസ് നഖ്വിയും ഷാനവാസ് ഹുസൈനും ഇപ്പോൾ എവിടെയാണെന്ന് താങ്കൾക്കറിയും?
BJP മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കാത്തത് ശരിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? 7. 1998 ആദ്യമായി BJP പങ്കാളിത്തമുള്ള സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതു മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികളും പുരോഹിതരും വിശ്വാസികളും ആക്രമിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴും അത് നിർബാധം തുടരുകയാണ്. അതിൽ കുഴപ്പമൊന്നുമില്ലെന്നും ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ തന്നെ വേണമെന്നുമാണോ താങ്കളുടെ നിലപാട്? 8. താങ്കൾ ബീഫ് കഴിക്കാറുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബീഫിന്റെ പേരിൽ മനുഷ്യരെ അടിച്ചു കൊല്ലണമെന്ന അഭിപ്രായമുണ്ടോ? 9. ഗാന്ധി ജയന്തി ദിനത്തിലാണല്ലോ താങ്കൾ അദ്ദേഹത്തിന്റെ ഘാതകനായ നാഥുറാം ഗോഡ്സെയുടെ സഹോദര സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയത്. ഗോഡ്സെയുടെ സംഘടനയായ ഹിന്ദു മഹാസഭയുടെ 5 നേതാക്കളാണ് ഹെഡ്ഗേവാറിന്റെ വീട്ടിൽ യോഗം ചേർന്ന് RSSന് രൂപം കൊടുത്തത്. ഹിന്ദു മഹാസഭയും RSSും ഒരുപോലെ പിന്തുടരുന്ന ഹിന്ദുത്വ സങ്കല്പം മുന്നോട്ട് വെച്ചത് ഹിന്ദു മഹാസഭാ നേതാവായ വിനായക് ദാമോദർ സവർക്കറാണ്. സവർക്കർ ഗാന്ധിവധത്തിൽ പ്രതിയായിരുന്നു. കോടതി കുറ്റവിമുക്തനാക്കിയത് സാങ്കേതിക കാരണം കൊണ്ട് മാത്രം. അതിനാൽ ഗാന്ധിയാണോ സവർക്കറാണോ താങ്കളുടെ ആരാധനാ പുരുഷൻ? 10. അവസാന ചോദ്യം. സഞ്ജീവ് ഭട്ട് എന്നൊരു മനുഷ്യനെ പറ്റി ശ്രീ ജേക്കബ് തോമസ് താങ്കൾ കേട്ടിട്ടുണ്ട്. താങ്കളെപ്പോലൊരു IPS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? ജയിലിൽ. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് എന്നറിയാമോ? 2002 ഗുജറാത്തിൽ നടന്ന വംശീയ കൂട്ടക്കൊലയിൽ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള പങ്ക് വെളിപ്പെടുത്തിയതിന്. അക്കാലത്ത് ഗുജറാത്ത് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന സഞ്ജീവ് ഭട്ട് 2011 സുപ്രീം കോടതിയിൽ കൊടുത്തൊരു സത്യവാങ്മൂലമുണ്ട്. ഉദ്യോഗസ്ഥരുടെ സത്യസന്ധത എന്തെന്നും ധീരത എന്തെന്നും ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട മൂല്യമായ മാനവിക സ്നേഹമെന്തെന്നും അറിയണമെങ്കിൽ ശ്രീ ജേക്കബ് തോമസ് താങ്കൾ ആ സത്യവാങ്മൂലം വായിച്ചു നോക്കണം. ഗുജറാത്തിലെ ഗോദ്രയിൽ കർസേവകർ സഞ്ചരിച്ച തീവണ്ടി അഗ്നിക്കിരയായ സംഭവത്തിന് തൊട്ടുപിറകെ ആരംഭിച്ച വർഗീയ കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ 2002 ഫെബ്രുവരി 27 മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നടന്നൊരു ഉന്നതതല യോഗത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സഞ്ജീവ് ഭട്ട് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ വെച്ച് നരേന്ദ്രമോദി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് ഹിന്ദുക്കളെ അവരുടെ രോഷം തീർക്കാൻ അനുവദിക്കണം എന്നാണ്. സംസ്ഥാനത്ത് വർഗീയ സംഘർഷം രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ താൻ താഴെ തലത്തിലേക്ക് ഫാക്സ് സന്ദേശം അയച്ചുവെന്ന് സഞ്ജീവ് ഭട്ട് പറഞ്ഞു. BJPയും RSSന്റെ സഹോദര സംഘടനകളായ ബജ്റംഗ് ദളും മറ്റും അഹമ്മദാബാദിൽ വർഗീയ വികാരം ആളിക്കത്തിക്കുകയാണ് ചെയ്തതെന്ന് സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പറഞ്ഞു. അന്നത്തെ DGP K ചക്രവർത്തിയും സിറ്റി പോലീസ് കമ്മീഷണർ PC പാണ്ഡെയും പോലീസ് സേനയുടെ അംഗബലത്തിൽ ആശങ്കപ്പെട്ടിരുന്നു. ഹിന്ദു തീർത്ഥാടകരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ അഹമ്മദാബാദിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ അവർ ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് മോദി സർക്കാർ മുന്നോട്ട് പോയതെന്ന് സഞ്ജീവ് ഭട്ട് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതൊന്നും കൂടാതെ ആ സത്യവാങ്മൂലത്തിൽ മോദിയുടെയും അമിത്ഷായുടെയും ചങ്കിന് നേർക്ക് ഉന്നം വെച്ച മറ്റൊരു വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നു. ഗുജറാത്തിലെ മുൻ ആഭ്യന്തരമന്ത്രിയായ ഹരേൻ പാണ്ഡ്യയുടെ കൊലപാതകത്തിന്റെ അന്വേഷണം നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് അട്ടിമറിക്കുന്നു എന്നായിരുന്നു അത്. നോക്കൂ ജേക്കബ് തോമസ്, ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ 2 നേതാക്കളെക്കുറിച്ചും രാജ്യത്ത് അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടക്കൊല ആസൂത്രണത്തെക്കുറിച്ചും തനിക്ക് നേരിട്ടറിവുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് മുന്നിൽ സധൈര്യം പറഞ്ഞ IPS ഉദ്യോഗസ്ഥനാണ് സഞ്ജീവ് ഭട്ട്. അതിന് അദ്ദേഹത്തിന് നൽകേണ്ടി വന്ന വിലയാണ് ഇപ്പോഴത്തെ ജയിൽവാസം. 1990 ഒരു കസ്റ്റഡി മർദ്ദന കേസ് പൊടി തട്ടിയെടുത്ത് അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തി അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വാങ്ങിക്കൊടുത്ത് ജയിലിൽ അടച്ചിട്ട് ഇപ്പോൾ 6 വർഷം പിന്നിട്ടിരിക്കുന്നു. ജാമ്യാപേക്ഷ തുടരെ നിഷേധിക്കപ്പെട്ടുകൊണ്ട്. ശ്രീ ജേക്കബ് തോമസ്, സഞ്ജീവ് ഭട്ട് എന്ന ധീരനും ആദർശവാനുമായ ഉദ്യോഗസ്ഥനെ പോലെ ആകണം താങ്കളുമെന്ന് ഞാൻ പറയില്ല. 100 ജന്മം ജനിച്ചാലും താങ്കൾക്കത് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ രാജ്യത്തെയും ന്യൂനപക്ഷങ്ങളെയും വഞ്ചിച്ച് ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ കുറുവടിയും പിടിച്ച് എറണാകുളത്തെ കിഴക്കമ്പലത്ത് പഥസഞ്ചലനത്തിന് നേതൃത്വം കൊടുക്കുന്ന താങ്കളെ കാണേണ്ടി വരിക എന്നത് ലജ്ജാകരമാണ്.
താങ്കളെ നിരന്തരം നിരീക്ഷിക്കേണ്ടി വന്നിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പറയട്ടെ, ഞാൻ മേൽ ചോദിച്ച ചോദ്യങ്ങളിൽ എല്ലാറ്റിനും RSSന് വേണ്ടി യെസ് പറയുന്ന താങ്കൾ കേരളത്തിന് അപമാനം.